ഓൾമോസ്റ്റ് ഇതുവരെ നടക്കുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മർഡർ അല്ലെങ്കിൽ സൂസൈഡ് സംഭവങ്ങളൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് എവിടെയെങ്കിലൊക്കെ ഒരു കണക്ഷൻ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പം രണ്ടാൾക്കാർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു, അതിലൊരാൾ ഹെവി ടോക്സിക് ആവുന്നു, അല്ലെങ്കിൽ ആ ഒരാളുടെ ഫാമിലി സമ്മതിക്കാതെ വരുന്നു. എന്ത് കാരണം കൊണ്ടാണെങ്കിലും മാന്യമായ രീതിയിൽ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ലെറ്റസ് ഡിപ്പാർട്ട് എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട് ആയതിനു ശേഷം അതിൽ മനം നൊന്ത് ആ വ്യക്തി പോയി സൂസൈഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതിൽ കേസെടുക്കാൻ ഒരു തേങ്ങ എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പ്രേരണ കുറ്റവും തേങ്ങ മാങ്ങയെന്നൊന്നുമില്ല. അത് പറ്റുന്നില്ലൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നോ പറഞ്ഞു പോകാന്നുള്ളത്. നോ പറയുന്നിടത്ത് നോ പറയാന്ന് തന്നെ ഞാൻ പറയും. അപ്പം അതിനെ ഒരു പ്രേരണ കുറ്റമായിട്ട് എടുക്കാനും അത് കാരണമാണ് സൂസൈഡ് ഇതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനുമുമ്പ് ഒരു പയ്യൻ മരിക്കുകയും ഒരു പെൺകുട്ടിയാണ് ഈ മരണത്തിന് കാരണം എന്ന് പറയുകയും പിന്നെ അതിനെപ്പറ്റി അന്വേഷണവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. കുറേ ആൾക്കാർ ഇവൻ ഞാനടക്കം അവരുടെ സ്റ്റുഡൻസ് ഫ്രണ്ട്സ് അടക്കം ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തൊരു സംഭവമാണ്. പുള്ളിയുടെ ലെറ്റർ കാണിക്കുകയും എല്ലാം കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം എൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അറിഞ്ഞത് ഭയങ്കര ടോക്സിക് സംഭവമായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പാറുവിൻ്റെ കേസാണ്. ഇതിൽ ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന എൻ്റെ കുറേ ഡൗട്ട്സ്, പ്രണയത്തിൽ എപ്പോഴാണ് പീഡനം വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിനും കൂടി ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേര് തമ്മിൽ ഇഷ്ടത്തിലാണ്. രണ്ടുപേര് തമ്മിൽ ഇഷ്ടത്തിലാവുമ്പോൾ അത്യാവശ്യം സെക്സും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നടക്കാം എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിലും ഞാൻ പറയുകയാണ്, രണ്ടുപേര് തമ്മിൽ പ്രണയത്തിലാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പോൾ പെൺകുട്ടി പറയാണ് എനിക്കിപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് സെക്സും കാര്യങ്ങളൊന്നും താല്പര്യമില്ല, ആഫ്റ്റർ മാരേജ് മതി എന്നുള്ള രീതിയിൽ നിന്നിട്ടും പയ്യൻ നിർബന്ധിക്കുകയാണെങ്കിൽ അത് പ്രണയത്തിലാണെങ്കിലും പീഡനമാണ്. ഓക്കെ, അത് പ്രണയത്തിലാണെങ്കിലും പീഡനമാണ്. അല്ലാത്ത പക്ഷം ഒരു ടൈം പീരീഡ് വരെ റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് ഇവരുടെ മ്യൂച്വൽ ഇഷ്ടത്തോടു കൂടി സെക്സ് നടന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് തേക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്ത് പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കൊണ്ടാണെങ്കിലും ഇവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സൊസൈറ്റി നമുക്കിടയിലുണ്ട്. അതൊരുമാതിരി ഊച്ചാളി പരിപാടിയാണെന്ന് ഞാൻ പറയും. ഇത് പലയിടത്തും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ പാരൻസിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഈ കേസ് ഇത്രത്തോളം നോക്കിയതിൽ നിന്നും മനസ്സിലായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിഫറെൻറ്റ് കാസ്റ്റ് ആയിരുന്നു, പാരൻസിന് ഓക്കെ അല്ലായിരുന്നു, അതിൻ്റെ ഇതിൽ നല്ല പ്രഷറും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. ഇവിടെ മെയിൻ ആ പയ്യനും അല്ലെങ്കിൽ നമുക്കൊക്കെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി മരിച്ചുകൊണ്ട് കുട്ടിയില്ല ചോദിക്കാൻ. ആര് സമ്മാനം പറയും? ഇപ്പം അമ്മ അച്ഛനാണെങ്കിൽ ആ കുട്ടി പോയ വിഷമത്തിൽ ഇവനാണ് കാരണം അവർക്ക് പോയി. അവർക്ക് ഇനിയിപ്പോൾ നമ്മൾ എത്ര ചകഞ്ഞാലും എന്ത് സംസാരിച്ചാലും എന്ത് തന്നെയാണെങ്കിലും ഈ കുട്ടി തിരിച്ചു വരാൻ പോണില്ല, മരിച്ചു. അപ്പം ഇതിനകത്ത് ഈ പീഡനത്തിൻ്റെ കേസ് പറയുന്നു. അതെന്താ ഇപ്പോൾ പറയുന്നു, പാരൻസിൻ്റെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അച്ഛൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് വോയിസ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ബ്രേക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടി നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ പാരൻസിൻ്റെ പ്രഷറും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സൈബർ ബുള്ളിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം കൊണ്ട് മെൻ്റലി ഡൗൺ ആയിട്ട് ഔട്ടായിട്ട് കട്ടായിട്ട് ഈ കുട്ടി പോയി ചെയ്തതാണ്. പക്ഷേ ഇവിടെ വീണ്ടും അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നുള്ളൊരു കുറിപ്പ് കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, മേ ബി ബ്രേക്കപ്പ് ആവാനുള്ള കാരണം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടംപോലെ റീൽസ് ഒക്കെ ഉണ്ട് ഈ പയ്യൻ ഇവർ ഒരുമിച്ച് ചെയ്യുന്നത്. വീട്ടിൽ വരാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഈ അച്ഛനും അമ്മയ്ക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, ഈ കാസ്റ്റ് വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തിനാണ് 2 മാസം കുട്ടിയുടെ അടുത്തേക്ക് ഈ പയ്യനെ മിങ്കിളാവാനും വീട്ടിൽ വരാനും റീൽസ് ചെയ്യാനൊക്കെ സമ്മതിച്ചത്? അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പറയും ഇവർ ഫ്രണ്ട്സ് ആയിരുന്നു, ഇവർ തമ്മിൽ ഇങ്ങനെ ഉണ്ടെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. ഇവിടെ ഇപ്പോഴും ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് പലയിടങ്ങളിൽ പോയി പീഡനം ചെയ്തു എന്ന് പറയുന്നു, പല രേഖകളും പുറത്ത് വിടാൻ പറ്റാത്ത രീതിയിലാണെന്നൊക്കെ പറയുന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇപ്പുറത്തെ ഒരു വശം കേൾക്കാനില്ല. ഇപ്പോൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള വോയിസ് ക്ലിപ്പ് കാര്യങ്ങളെല്ലാം പുറത്തോട്ട് വന്നു. പാരൻസിൻ്റെ പ്രഷർ കൊണ്ടാണ് ഈ സംഭവം ഈ കുട്ടി ഇങ്ങനെ ചെയ്തു എന്ന് വയ്ക്കുക, അങ്ങനെയാണെന്ന് വയ്ക്കുക. ഈ പയ്യൻ ഈ 2-3 ദിവസം കേട്ട ഈ കുറ്റങ്ങളും ഈ കൊണ്ട പ്രശ്നങ്ങളും ഈ ട്രോമയ്ക്ക് ആര് സമാധാനം പറയും? എനിക്ക് അതാണ് ഈ ഒരു കേസിൽ ഒരു രീതിയിൽ ലോജിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ നമുക്കാണെങ്കിലും ഒരു ലോജിക്ക് കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. കാരണം കുട്ടി ഇതുവരെ പീഡനത്തിൻ്റെ ഒരു കാര്യം ഈ മരിക്കുന്നതിന് മുമ്പാണെങ്കിലും സൂസൈഡ് നോട്ടിലാണെങ്കിലും എഴുതി വെച്ചിട്ടില്ല. പാരൻസ് പറയുന്ന കഥ എന്ന് വെച്ചാൽ അറ്റ് എ ടൈം വേറെ റിലേഷൻ ഉണ്ടായിരുന്നു, കുട്ടി പറയുന്ന അങ്ങനെ റിലേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ കാസ്റ്റ് ഡിഫറൻ്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഫൈനലി പറയുന്നു പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് വോയിസും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പയ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കട്ടെ, അല്ല തെറ്റുകാരനല്ല നമ്മുടെ സൊസൈറ്റിയുടെ കുന്തളിപ്പ് കാരണം അല്ലെങ്കിൽ ഒരു അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം തിരിഞ്ഞു വന്നിട്ട് പാരൻസിൻ്റെ ഭാഗത്ത് എന്തോ ആണെങ്കിൽ ആ പയ്യനെ രക്ഷപ്പെടാൻ പറ്റട്ടെ, ആ പയ്യനെ ദൈവം കാക്കട്ടെ. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം വേറെ നമുക്ക് ഇവിടെ ഒന്നും പറയാനില്ല. ഈ പെൺകുട്ടി ജീവനോട് ഇരിക്കാത്തതിൻ്റെ ഒരു വിഷയം കൊണ്ട് ഈ അച്ഛനും അമ്മയും പറയണ കേട്ടിട്ട് അതിൽ പെൺകുട്ടി മിണ്ടുന്നില്ലല്ലോ. ഇപ്പോൾ കുറേ പുറത്ത് കാണിക്കാൻ പറ്റാത്ത കുറേ നോട്ട്സ്, വാട്സപ്പ് നോട്ട് കാര്യങ്ങളെല്ലാം കിട്ടിയെന്നു. അപ്പോൾ ജനങ്ങളായ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ വോയിസ് കേൾക്കാനും ഈ ചാറ്റ്സ് കാണാനൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം അറിയണമല്ലോ. കാരണം ഇവനാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവന് ഏറ്റവും കൂടുതൽ തെറ്റ് ശിക്ഷ ഇവൻ അർഹിക്കുന്നുണ്ട്. അല്ല എന്താ പറയുക, ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു അപരാധി പോലും
രക്ഷപ്പെട്ടാലോ നിരപരാധി ശിക്ഷിക്കപ്പെടരുന്നു അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ എനിക്കൊരു ലോജിക്കും ഫീൽ ചെയ്യാത്തത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എവിടെയൊക്കെ ഒരു കൂട്ടിമുട്ട് ഇല്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് പുറത്തേക്ക് വന്നെന്ന് പറയുന്നു. അപ്പം ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ അന്വേഷണങ്ങൾ പോട്ടെ. പാരൻസിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രഷർ കൊണ്ടാണ് ഈ കുട്ടി പോയതെന്നുണ്ടെങ്കിൽ ആ പയ്യൻ്റെ ഭാവി, ആ പയ്യൻ ഇത്രയും ദിവസം ഫേസ് ചെയ്ത സംഭവങ്ങൾക്ക് ആര് സമാധാനം പറയും, ആര് സമ്മാനം പറയില്ല, കേസ് ഫയൽ അങ്ങോട്ട് അടയ്ക്കും. അല്ല ആ പയ്യനാണ് തെറ്റ് എന്നുള്ള എല്ലാ രീതിയിലും പ്രൂഫും കാര്യങ്ങളും ജനങ്ങളിലോട്ടും അത് പ്രൂവ്, ജനങ്ങളും ഇതിൽ ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ജനങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട് അത് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പയ്യനെ അർഹിക്കുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ കിട്ടട്ടെ. പക്ഷേ എനിക്ക് എവിടെയൊക്കെ ഒരു കണക്ഷൻ ലോക്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം.